നമ്മുടെ ഈ വീഡിയോ പൾസ് എയർ വാൾവിൻ്റെ ആണ്. പൾസ് എയർ വാൾവിൻ്റെ ഓസ് പൊട്ടിയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ കുറേ പണികളുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ RC ഓണർ ഇപ്പോൾ സ്ഥലത്തില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് പതുക്കെ ചെയ്താൽ മതി എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ പണി ചെയ്യുന്നത്. പണികൾ ചെയ്തതിൻ്റെ വിവരങ്ങൾ, ഇതിൻ്റെ എത്ര ലേബർ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. ഈ ടാങ്കിൻ്റെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വണ്ടിക്കായിരുന്നു ടാങ്ക്, പഴയ ടാങ്കാണ് അതാ ഇരിക്കുന്നത്. ഇതിനകത്ത് കംപ്ലീറ്റും തുരുമ്പായുണ്ട്. കക്ഷി ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ്, ഈ ടാങ്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ പുതിയ ടാങ്ക് അദ്ദേഹം തന്നെയാണ് മേടിച്ച് തന്നത്. നമ്മൾ ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സർവീസ് ചെയ്യുക. ഒരിക്കൽ ഇതൊന്ന് ബഫ് ചെയ്തതാണ്, പക്ഷേ കുറച്ച് 6-7 മാസമായി വണ്ടി ഇരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ കണ്ടീഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനൊന്ന് കറക്റ്റായിട്ട് ഒന്ന് സർവീസ് ചെയ്തതിന് ശേഷം ബഫ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ 1 വേ ക്ലച്ച് മാറണം. അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ ഇടാം. ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും അത് കുറച്ച് നമ്മുടെ വായ്മാർ പറഞ്ഞിട്ടുണ്ട്, അത് ക്ലിയറായിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത് കാണുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് ഇളക്കി ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ഇതിൽ നമ്മളിപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൾസ് എയർ വാൾവാണ്. പൾസ് എയർ വാൾവ് ചില വണ്ടിക്ക്, ഇതിപ്പം 500 cc ആണ് വണ്ടി, ബുള്ളറ്റ് 500 cc ആണ്, സ്റ്റാൻഡേർഡാണ്. എന്ന വണ്ടി ക്ലാസിക്കാണ്, 500 cc തന്നെയാണ്. പക്ഷേ അതിൽ വരുന്നത് ഈ പൾസ് എയർ വാൾവ്, ഈ വരുന്ന വയർ, പൾസ് എയർ വാൾവ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കുന്ന സാധനമാണ്. നമ്മുടെ ടാങ്കിൻ്റെ തൊട്ട് ഈ ബോഡിയിൽ ഇവിടെ താഴെ ഇരിക്കുന്നതാണ്. ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ഇതേപോലത്തെ ഓസാണ്. ഈ ഓസ് ഇതായി ഇവിടെ വെച്ച് മുറിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടും എയർ ഫിൽറ്ററിൽ നിന്ന് വരുന്ന എയറാണ് ഇതിനകത്തൂടെ വരാനുള്ളത് കേട്ടോ. എല്ലാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ പോകുന്നത് നമ്മുടെ ഇതിനകത്താണ്, സെക്ഷനകത്താണ് പോകുന്നത്. സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പല വീഡിയോ വന്നിട്ടുണ്ട്. ഹെഡിൽ വരുന്ന ഫ്യൂവൽ കത്താതെ വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ളത് കുറച്ച് ഇതാവും, അതിനകത്തുണ്ടാവും. ഇതിനകത്തുനിന്ന് വരുന്ന എയർ നേരെ വന്ന് പൾസ് എയർ വാൾവ് ചെയ്യുന്നു. അതിനകത്ത് പിസ്റ്റന് ചെറിയൊരു രീതി ഇതുണ്ട്, നമ്മൾ അങ്ങോട്ടും പോകുമ്പോഴത്തേക്ക് അടഞ്ഞു കൊടുക്കുന്നതും ബാക്കിയുള്ളതുണ്ട്. ഇതിൻ്റെ ഉപയോഗം നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് എയർ ഇതിനകത്തോട്ട് ഹെഡിലോട്ട് കടത്തി വിടുക എന്നുള്ളതാണ്. കത്താത്ത ഫ്യൂവലിൽ നമുക്ക് എയറിൽ കത്തിയിട്ട് പുറമേ തള്ളുക എന്നുള്ളതാണ്. അപ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊല്യൂഷൻ്റെ ഒരു വിഷയമുണ്ട്. അതുകൊണ്ടാണ് പഴയ മുമ്പത്തെ വണ്ടികൾക്കൊക്കെ ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പം വരുന്ന വണ്ടികൾക്ക് ഇതില്ല. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ കാര്യമില്ല, ചാർക്കോൾ കണക്ടർ വരുന്നതുകൊണ്ട് ആ കാര്യം അവിടെ വരുന്നില്ല. അപ്പോൾ ഇതിനെ നമുക്ക് ഫിറ്റ് ചെയ്യാന്നാണ്ട് ഇത് പൊട്ടിക്കിടക്കുകയാണ്. പക്ഷേ ഈ പൊട്ടിക്കിടന്നെന്ന് പറഞ്ഞിട്ട് എയർ വെളിയിൽ നിന്ന് നമ്മൾ സക്ക് ചെയ്തെടുക്കും. എയർ വെളിയിൽ നിന്ന് സക്ക് ചെയ്തെടുക്കും. പക്ഷേ സക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഓഫ് റോഡൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പൊടിയും ഇതൊക്കെ കൂടെ ഈ ഓസിനകത്തുനിന്ന് ഇവിടെ കൂടെ കയറി നേരെ കറക്റ്റായിട്ട് ഇവിടെ വന്ന് നേരെ ഹെഡിൽ കയറും കേട്ടോ. അപ്പുറത്ത് ആ സൈക്കിളൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതാ കാണിച്ചു തരാം, അതുകൊണ്ട് ഇതിനകത്തൂടെയാണ് ഈ ഓസ് വരുന്നത്. ഇതിൻ്റെ ഓസ് ഇൻലെറ്റ് അപ്പുറത്താണ്, ഇതിനകത്ത് നേരെ ഇൻലെറ്റ് കയറുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ വണ്ടിയിൽ വരുന്ന ഇത് 500 cc സ്റ്റാൻഡേർഡിൽ വരുമ്പോഴത്തേക്ക് എയർ ഫിൽറ്റർ എയർ സക്ക് ചെയ്തെടുക്കുന്ന എയർ നേരെ കാർബറേറ്ററിൽ പോകുന്നുണ്ട്. കറക്റ്റായിട്ട് മനസ്സിലായല്ലോ. ബാക്കി വേറൊരു ഇതും കൂടെ ഉണ്ട്. അതാണ് ഈ കാണിക്കുന്ന ഒരു മോഡ് കാണിക്കുന്നുണ്ട് കണ്ടോ. ഇവിടെയാണ് വരുന്നത് ഈ ഓസ് വരുന്നത്, ഇതിനകത്ത് വരും. അപ്പോൾ ഈ ഓസ് ഈ എയർ ഫിൽറ്ററിൽ നിന്ന് നല്ല ഫ്രഷ് എയറിനെ ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് നേരെ ഇത് പൾസ് എയർ വാൾവിലോട്ട് പോയി ആ എഞ്ചിനിലോട്ട് കയറും. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഈ വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരൻ ഒരാൾക്ക് ഇന്ന കാര്യമൊന്ന് മനസ്സിലാവുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർ, വെളിയിലുള്ള എയർ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എഞ്ചിന് കംപ്ലൈൻ്റ് ആവും. ആർക്ക് ബ്ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് കത്തുന്ന ഫ്യൂവലിൻ്റെ ബാക്കിയുള്ള അംശം ബാക്കി അവിടെ നിൽക്കും. ബാക്കി നിന്നിട്ട് എക്സോസ് വഴി പുറത്തോട്ട് പോകും, സൈലൻസർ വഴി പുറത്തോട്ട് പോകും. കാർബൺ മോണോക്സൈഡ് പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് അതിനാണ് BS4-ലും BS6-ലൊക്കെ ഈ ബാക്കിയുള്ള സംവിധാനം അവർ ചെയ്തിരിക്കും. ചാർക്കോൾ കണക്ടറും മറ്റുള്ള കാര്യവും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓസാണ് നമുക്കിപ്പം ചേഞ്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ടാങ്ക് ഫിറ്റ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 വേ ക്ലച്ചിൻ്റെ പണിയുണ്ട്, അത് ചെയ്യണം. പിന്നെ ഇത് ഫുള്ളൊന്ന് സർവീസ് ചെയ്യുക. ഇതൊന്ന് മാറ്റി ബഫിങ് ചെയ്ത് വെച്ചതാണ്. കുറച്ച് കാലം ഇവിടെ മഴത്തുള്ളിയിലെ ചെറിയ ഇതൊക്കെ വീഴുന്നതുകൊണ്ടാണ് ഈ സ്പോട്ട് വീഴുന്നിരിക്കുന്നത്. അതൊക്കെ മാറ്റാം, അതൊക്കെ മാറും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൽ ഓരോ പണി ഞാൻ ചെയിൻ സ്പ്രോക്കറ്റ് മാറിയിട്ടുണ്ട്. ബാക്കി എത്ര ബെയറിങ് മാറി, അതിന് എത്രയാണ്, എത്ര രൂപയായി എന്നുള്ളത് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പറയും കേട്ടോ. അപ്പോൾ ഇത് മാറുന്നതിൽ വലിയ പണിയൊന്നുമില്ല. ഇത് മരണം താണ്ട ഇവിടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്.
അപ്പോൾ താങ്കൾ ശ്രദ്ധിക്കുക, ചില വണ്ടികൾ ക്ലാസിക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ എയർ ഫിൽറ്റർ ബോക്സിൻ്റെ ഈ ഭാഗത്തായിട്ടായിരിക്കും ആ ഹോള് വരുന്നത്. ഒരു നോബ് ഉണ്ടാവും, അവിടെ നിന്നാണ് എയർ അത് എടുക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മുടെ 500 സ്റ്റാൻഡേർഡിൽ വരുമ്പോഴത്തേക്ക് അവർ ഈ എയർ ഫിൽറ്ററിൽ നിന്ന് വരുന്ന കണക്ഷനിൽ കൂടെ തന്നെയാണ് ഇതാ കൊടുത്തിരിക്കുന്നത്. ഇതിനത് ഇങ്ങനെ പ്രസ് ചെയ്യുക, ഇതിനെ മാറ്റുമ്പോഴത്തേക്ക് ഇതിഞ്ഞ് റിലീസായി വരും കേട്ടോ. ഇത് ക്ലിപ്പുണ്ട്, ക്ലിപ്പ് കുഞ്ഞ് മാറ്റിയാൽ മതി, ഇത് മാറി വരും. മറ്റേ വണ്ടിയുടെ ഞാൻ ഒന്ന് കാണിക്കുക. ക്ലാസിക് 500 വണ്ടിയാണ്. ഇതിൻ്റെ ഒരു സാധനം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ വണ്ടി നിർത്തിക്കുകയാണ്. ഈ വരുന്ന ഓസാണ് ഈ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇത് വരുന്നു. മറ്റേതിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് കണക്ഷൻ വരുന്നത്. നമ്മുടെ നേരത്തെ കാണിച്ച വണ്ടിക്ക് ഇവിടെ നിന്നാണ് കണക്ഷൻ വരുന്നത്. ഇതിന് നേരെ ഡയറക്റ്റായിട്ട് ഇവിടുന്ന് ഫ്യൂൽ ഇഞ്ചക്ട് ആയതുകൊണ്ട് ടോട്ടൽ ബോഡിയാണ് വരുന്നത്, കാർബേറ്റർ വരുന്നില്ല. അപ്പോൾ ഇതിലെ മെത്തേഡ് വേറെയാണ്. അപ്പോൾ ചില വായുമാർക്ക് സംശയം കാണും, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലിയറായിട്ട് പറയുന്നത്. ചില അപ്പോൾ ഇത് ഇവിടുന്നാണ് ഇതിൻ്റെ ബോക്സിൻ്റെ ഈ സൈഡിൽ കൂടെ ഇത് വരുന്നത്. ഓക്കെ, ഇത് പൾസ് എയർ വാൾവിൻ്റെ ഓസാണ്. 209 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പാർട്സ് നമ്പർ പറഞ്ഞുതരാം, അതുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. പാർട്സ് നമ്പർ 57 39 84/A കേട്ടോ. രണ്ടിന് അപ്പോൾ ഇത് തന്നെയായിരിക്കും നമ്മൾ ഏത് വണ്ടി ചോദിച്ചു കഴിഞ്ഞാലും ശരിയാണ്. പൾസ് എയർ വാൾവ് വരുന്നത് ഇതേപോലുള്ളതാണ് സാധനം, ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് അത് വരുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ 2 ടാഗ് ചെയ്തിട്ടുണ്ട്. ഈ 2 ടാഗ്, ഇവിടെ 2 ടാഗിൻ്റെ മുറിക്കണ്ട. ടാഗ് നമ്മളതിൽ ചിലപ്പോൾ കയ്യിൽ കാണില്ല, വീട്ടിലെ നമ്മളിങ്ങനെ വീട്ടിൽ പണി ചെയ്യുമ്പോഴത്തേക്ക് ടാഗ് കാണില്ല. അതുകൊണ്ട് നമുക്ക് പതുക്കെ ഇതിനെ ജസ്റ്റ് ഇത് ഇളക്കിയെടുത്താൽ മതി. ഇളക്കിയെടുത്തിട്ട് ദാണ്ട് ഇവിടെ ഇതേപോലെ ഒരു ക്ലിപ്പ് വരും. ഈ ക്ലിപ്പ് നമ്മളിവിടെ നിന്ന് ഇളക്കിയില്ലേ, ഇവിടെ നിന്ന് ഇളക്കി കാണിച്ചതുപോലെ ഇവിടെ ഒരു ക്ലിപ്പ് വരും. അത് പ്ലെയറോ എന്തെങ്കിലും കൊണ്ട് പതുക്കെ ഇങ്ങനെ എടുത്താൽ മതി. കണ്ടോ, എടുത്തിട്ട് ഇതിനെ ഫിറ്റ് ചെയ്ത് നേരെ വയ്ക്കുക. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മളടുത്ത 1 വേ ക്ലച്ചിൻ്റെ പണിയുണ്ട്. അത് കൃത്യമായി ഇതുപോലെ തന്നെ രീതിയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാത്തക്ക രീതിയിൽ തന്നെ ആയിരിക്കും നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഒരു സംശയം കാണും, നമ്മളെ ഓയിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ഓയിലാണ് മാറ്റിയത്, അപ്പോൾ പുതിയ ഓയിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി അതിനെ കളയണമോ എന്നുള്ളതൊക്കെ ഒരുപാട് സംശയം കാണും. അതിനെല്ലാം റിപ്ലൈ ഞാൻ ആ വീഡിയോയിൽ അടുത്ത വീഡിയോ ആയിരിക്കും അത്. ഓക്കെ, താങ്ക് യു.